പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു 2-3 പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനാണ് കേട്ടോ. അപ്പം മീഷോനും ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്പൈസസ് ഒക്കെ ഇടാൻ പറ്റിയ ജാർസാണ്. അപ്പോൾ ഇതിൽ ഒരു കുപ്പി ഗ്ലാസ്സാണ് കേട്ടോ ജാർ മേടിച്ചത്. അപ്പോൾ 172 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് അന്ന്. 6 ഉള്ള ഒരു കോംബോ സെറ്റാണ് മേടിച്ചത്. അതിൽ 200 മില്ലി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് റീച്ച് ആയപ്പോൾ 100 മില്ലിൻ്റെയാണ്. പക്ഷെ അടിപൊളി ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ റിട്ടേൺ വിട്ടില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് അടച്ച് വെച്ചാൽ അതേപോലെ ഇരുന്നോളും. പ്ലാസ്റ്റിക്കിനെക്കായാലും ഇങ്ങനത്തെ ഉപയോഗിക്കുന്നതാണല്ലോ ഏറ്റവും ബെറ്റർ. അപ്പോൾ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടും, അതൊരു പ്രശ്നമുണ്ട്. എന്നാലും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കുറേ കാലം പ്ലാസ്റ്റിക്കിനെക്കായാലും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു 6 സെറ്റ് കോംബോ. അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ 172 രൂപയ്ക്ക് എന്തായാലും വർത്താണ്. വേണ്ടവർ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണം കേട്ടോ. ഈ പെട്ടി ഒന്ന് അൺബോക്സ് ചെയ്താലോ? അപ്പോൾ എന്നെക്കാളും ഉഷാറാട്ടോ എൻ്റെ മോള് അൺബോക്സ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് കയ്യിലും കയ്യിൽ സാമഗ്രികളൊക്കെ അവിടെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കയ്യിൽ തൂക്കിയതിൽ അതിൽ സ്പേസും ഇല്ല, കത്തി വെക്കാനൊക്കെ വേറെ സ്പേസും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫറിൽ മേടിച്ചതാണ്. ഇത് ഇപ്പോൾ 200 സംതിങ് ഒക്കെ ഉണ്ട്. ഞാൻ മേടിച്ചപ്പോൾ ഒരു 136 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഫിറ്റ് ചെയ്ത് കിട്ടിയാൽ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് തുണി തൂക്കണതും എല്ലാം കൂടിയായിട്ട് ഒരു അടിപൊളി സെറ്റായിരുന്നു. ഞാൻ അത് തൂക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. സ്പൂണൊക്കെ ഇടാനും ബാക്കിയുള്ള ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ സ്ക്രൂ ചെയ്ത് ഇടണതാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റില്ല. അപ്പോൾ വന്നിട്ട് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ അതിലുള്ള മെഷർമെൻറ്റൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കത് ഒട്ടിച്ചിട്ട് അതേ അളവിൽ സ്ക്രൂ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ? ഇനിയുള്ള 2 കുറച്ച് കനമുള്ള അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ അടുക്കില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ പൊളിഞ്ഞു. പക്ഷേ സാധനത്തിന് ഒരു കേടുപാടും പറ്റിയിട്ടില്ല. അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? 1 കിലോൻ്റെ 2 ഭരണിയാണ്. അപ്പോൾ 1 കിലോ, അപ്പോൾ 2 കിലോൻ്റെ 2 ഭരണിക്ക് ഓരോ കിലോ വീതമാണ് കേട്ടോ. അപ്പോൾ ഇത് വെറും 250 രൂപയാണ്. നമ്മൾ കടകളിൽ നല്ല റേറ്റ് ഉണ്ട് ഇതിന്. പിന്നെ നമ്മൾ പൂരപ്പറമ്പിലായാലും ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഇത് വെറും 250 രൂപയാണ്. നമ്മൾ പേ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ പൈസ കുറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിന് 250 രൂപയാണ് കേട്ടോ. ഭരണി വന്ന ബോക്സിൽ സാധനമാണ് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റും. നല്ല യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഭരണി അടപ്പൊക്കെ അതിൽ തന്നെ സുരക്ഷിതമായിട്ട് അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പ്രൊഡക്റ്റായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എനിക്ക് ലിങ്ക് പിൻ ചെയ്യാനൊന്നും അറിയില്ല. ഇതേപോലെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് മോള് പറയാറുണ്ട്. ഞാനും അതിന് ഒരുപാട് അങ്ങോട്ട് ശ്രമിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്നാൽ ശരി, കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളതാണല്ലോ
അപ്പോൾ കാണുകയാണെങ്കിൽ ആർക്കെനിക്ക് യൂസ് ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി അല്ല ഭരണി അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണി. 250 രൂപ എന്തായാലും ലാഭം തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സാധനമാണ്. ഞാൻ ഒരുപാട് ദിവസമായി ഇത് മേടിക്കണം വിചാരിച്ചിട്ട് ഹാർട്ടിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അത് മേടിക്കാൻ പറ്റിയത്. അപ്പോൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു സമാധാനം പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. എന്തെങ്കിലും സാധനം അത് പിച്ച് പൊഴിക്കണ വരെ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലായാലോ, നമ്മുടെ ഇടിക്കല്ല്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്താ പറയുകയെന്ന് പറയും കേട്ടോ. നമ്മൾ ഇടിക്കല്ല് എന്നൊക്കെ പറയും. എൻ്റെ കയ്യിൽ ഒരല് പോലത്തെ ചെറുതുണ്ട് കേട്ടോ. പക്ഷെ അതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചാലും പുറത്തെടുക്കാൻ പറ്റില്ല. ഇല്ല, ചെറിയൊരു ചമ്മന്തിയൊക്കെ തട്ടി കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഇടിക്കല്ലാണ് കേട്ടോ. നല്ല ഒരവുണ്ട്. ഇനി ഇതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇടിക്കല്ല് എന്താ പറയുക, ഭരണി ഉരുളി പോലത്തെ ഉള്ളതിനേക്കാളും ഇത് നല്ല യൂസ്ഫുള്ളാണ്. എൻ്റെ ചിരി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും ചമ്മന്തി അരയ്ക്കാം, ഒരു നൈസിലൊരു ചമ്മന്തി അരയ്ക്കാനും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് പെട്ടെന്ന് നമുക്ക് എടുക്കാനും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അൺബോക്സ് ചെയ്ത 4 പ്രൊഡക്റ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.